വളരെ എഫക്റ്റീവായ ഒരു ലേണിംഗ് മോഡലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഈ സെഷനിൽ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഈ ലേണിംഗ് മോഡലിൽ ലേണിംഗ് പ്രോസസ്സ് എങ്ങനെ സാധ്യമാവുന്നു എന്നതിനെക്കുറിച്ചാണ് മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഇവാൻ പാവ്ലോവ് എന്ന റഷ്യൻ സൈക്കോളജിസ്റ്റാണ് ആദ്യമായി ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ലേണിംഗ് മോഡൽ ഡിസ്ക്രൈബ് ചെയ്തത്. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ എക്സ്പെരിമെൻസിൽ നിന്നാണ് ഈ മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഈ മോഡലിന് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന പേര് ലഭിച്ചത്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഇൻവോൾവ്സ് ലേണിംഗ് എ ന്യൂ ബിഹേവിയർ വയ ദ പ്രോസസ് ഓഫ് അസോസിയേഷൻ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ഒന്നിൽ കൂടുതലുള്ള ഇവൻറ്റ്സ് തമ്മിലുള്ള അസോസിയേഷൻ ഓർഗാനിസം ലേൺ ചെയ്യുന്നു. In simple terms, two stimuli are linked together to produce a new learned response. In classical conditioning, the organism learns the associations between a relevant stimulus and an irrelevant stimulus. ഒരു relevant stimulus-ഉം ഒരു irrelevant stimulus-ഉം തമ്മിലുള്ള അസോസിയേഷൻ ഓർഗാനിസം മനസ്സിലാക്കുന്നു. പലതരത്തിലുള്ള ഇവൻറ്റ്സ് തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കുന്നത് ഓർഗാനിസത്തിൽ വളരെയധികം ബിഹേവിയറൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കും. അതായത് ഒരു ലേണിങ്ങിൻ്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ പറഞ്ഞ പല ഇവൻറ്റ്സ് തമ്മിലുള്ള അസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഈ ഡെഫിനിഷൻസും പ്രിലിമിനറി ഡേറ്റയും കേൾക്കുമ്പോഴേക്കിന് ഇത് വളരെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. പക്ഷേ പാവ്ലോവിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പും അതുപോലെ തന്നെ പ്രൊസീജിയറും മനസ്സിലാക്കിയെടുക്കുമ്പോഴേക്കിന് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്, ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന മെക്കാനിസം, ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. അപ്പോൾ നമുക്ക് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ഒന്ന് മനസ്സിലാക്കി എടുക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ഹംഗ്രി ഡോഗിനെ ഒരു ഹാർനസ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഹാർനസ് ഉപയോഗിച്ചിട്ട് അതിനെ മൂവ്മെൻ്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് അതിനെ ഇതേപോലെ തന്നെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് മൂവ്മെൻറ്റ് റെസ്ട്രിക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പർട്ടിക്കുലർ ഡോഗ് എന്ന് പറയുന്നത് ഹംഗ്രിയാണ്, അതിന് വിശപ്പുള്ള ഒരവസ്ഥയിലാണ് ഇങ്ങനെ അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്ത് ഹാർനസ് കൊണ്ട് ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഒരു ഫിസ്റ്റുല ഉണ്ടാക്കി ഡോഗിൻ്റെ മൗത്തിൽ നിന്ന് ഒരു ട്യൂബ് ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് ട്യൂബ് ഇട്ടിരിക്കുന്നത് കാണാം മൗത്തിൽ നിന്ന്. സലൈവ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ട്യൂബ് ഇട്ടിരിക്കുന്നത്. സലൈവ കളക്റ്റഡായി ട്യൂബിലൂടെ ഒരു കളക്റ്റിംഗ് ചേംബറിൽ എത്തുന്നു. അപ്പോൾ ഈ ട്യൂബിൻ്റെ താഴെ ഒരു കളക്റ്റിംഗ് ചേംബർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എത്രമാത്രം സലൈവ കളക്റ്റഡ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഈ കളക്റ്റിംഗ് ചേംബർ ഒരു ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്, ഒരു റെക്കോർഡിംഗ് ഡിവൈസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ആ റെക്കോർഡിംഗ് ഡിവൈസിൽ ഇവിടെ എത്ര സലൈവ കളക്റ്റഡ് ആണ് എന്നതിനനുസരിച്ചിട്ട് ഒരു റീഡിംഗ് ഉണ്ടാവും. അതൊരു ഗ്രാഫിക്കലായിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ പോലെ ഒരു റീഡിങ് ഇവിടെ ക്രിയേറ്റഡ് ആവുന്നുള്ളതാണ്. അപ്പോൾ ഒരു റിവോൾവിംഗ് ഡ്രമ്മാണ്. അപ്പോൾ അതൊരു നീഡിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എത്രമാത്രം സലൈവ വരുന്നുണ്ട് എന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ നീഡിലിൻ്റെ സ്ട്രോക്കിൽ വ്യത്യാസം ഉണ്ടാകും. അത് ഈ ഡ്രമ്മിൽ വന്ന് പതിക്കുന്നതിൽ വ്യത്യാസം ഉണ്ടാകും. അതിനനുസരിച്ചിട്ട് ഇവിടെ ഉണ്ടാകുന്ന ഗ്രാഫിക്കൽ ഡേറ്റയിലും വ്യത്യാസം വരും, ആ റീഡിങ്ങിലും വ്യത്യാസം വരുമെന്നുള്ളതാണ്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഡോഗിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിൽ, അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ട് സൈഡിൽ ഒരു കണ്ടെയ്നറിനകത്ത് ഫുഡ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് ഇവിടെയുണ്ട്. ഫുഡ് എന്ന് പറയുന്നത് ഇവിടെ മീറ്റ് പൗഡറാണ്. അപ്പോൾ ആ മീറ്റ് പൗഡറിൻ്റെ സൈറ്റും അത് ഈ ഡോഗ് കാണുമ്പോൾ അതിൻ്റെ ആ സൈറ്റും അതുപോലെ തന്നെ മീറ്റ് പൗഡറിൻ്റെ സ്മെല്ലും ഒക്കെ സലൈവേഷൻ ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ സലൈവേഷൻ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാണ്. ഇനി ഈ ഫുഡ് കൊടുക്കുന്നതിൻ്റെ ആ ഫ്രണ്ട് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സ്ക്രീൻ പോലെയുള്ള ഒരു മിറർ, ഒരു ഗ്ലാസ് ഏരിയ ഉണ്ട്. അപ്പോൾ അതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാവ്ലോവിന് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഡോഗ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ സ്ക്രീനാണ് ഫ്രണ്ടിൽ ഉള്ളത്. അപ്പോൾ ഇതാണ് പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി അദ്ദേഹം എങ്ങനെയാണ് ഈ എക്സ്പെരിമെൻ്റ് ഡോഗിനെ ഉപയോഗിച്ച് ചെയ്തത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറാണ് ഇവിടെ ഡയഗ്രമായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ മീറ്റ് പൗഡർ ഹംഗ്രി ആയിട്ടുള്ള ആ ഡോഗിന് പ്രൊവൈഡ് ചെയ്യുന്നു. ആ കണ്ടെയ്നറിനകത്ത് ഡോഗിൻ്റെ ഫ്രണ്ടിൽ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഈ മീറ്റ് പൗഡറിൻ്റെ സ്മെല്ല് അതുപോലെ തന്നെ സൈറ്റ് ഹംഗ്രി ആയിട്ടുള്ള ഡോഗിൽ സലൈവേഷൻ ഉണ്ടാക്കും. അപ്പോൾ ഈ സലൈവേഷൻ എത്രമാത്രം സലൈവേഷൻ ഉണ്ടായി എന്നുള്ളത് ആ റെക്കോർഡിംഗ് ഡിവൈസ് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബെല്ലടിക്കുന്നു, ഒരു മണി മുഴക്കുന്നു. അപ്പോൾ അതൊരു ഈ ഹംഗ്രി ആയിട്ടുള്ള ഡോഗിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസും ആ ഓർഗാനിസം കാണിക്കത്തില്ല. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് സലൈവേഷനാണ്, അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസുകളെല്ലാം സലൈവേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡിവൈസുകളാണ്. അപ്പോൾ ബെല്ലടിക്കുമ്പോഴേക്കിന് ഈ സലൈവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കത്തില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം റെസ്പോൺസ് ഒന്നും ഇല്ല. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ഈ ബെല്ലിനെയും ഫുഡിനെയും ഒരുമിച്ച് കൊടുക്കുന്നു. അതായത് ഫുഡ് കൊടുക്കുന്നതിനും തൊട്ട് മുമ്പായി, മീറ്റ് പൗഡർ പ്രൊവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ബെല്ലടിക്കുന്നു. അതൊരു നിശ്ചിതമായിട്ടുള്ളൊരു ടൈം ഗ്യാപ്പിലാണ്. അതായത് 1 മിനിറ്റ് അല്ലെങ്കിൽ അര മിനിറ്റ് എന്ന് പറയുന്ന ഒരു ടൈം ഗ്യാപ്പിൽ ബെല്ലടിക്കുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഈ ടൈം ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫുഡ് ഇവിടെ ഉള്ളത് കൊണ്ട് ആദ്യമേ തന്നെ ഈ ഡോഗ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കാണിക്കും. അതിൻ്റെ അർത്ഥം സലൈവേഷൻ ഉണ്ടാകും. ഇനി ഈ ബെല്ലും ഫുഡും കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ, കുറേയേറെ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കിന് ഈ ബെല്ലും ഫുഡും തമ്മിലുള്ള അസോസിയേഷൻ ഓർഗാനിസം മനസ്സിലാക്കി എടുക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഈ ഡെഫിനിഷനകത്തും പ്രിലിമിനറി ഡേറ്റയ്ക്കകത്തും പറഞ്ഞത് ഓർക്കുക. ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അസോസിയേറ്റീവ് ലേണിംഗ് ആണ്. 2 ഇവൻറ്റ്സ് തമ്മിലുള്ള ലിങ്ക്, അസോസിയേഷനാണ് ഓർഗാനിസം മനസ്സിലാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബെല്ലും ഫുഡും അസോസിയേറ്റ് ചെയ്താണ് ഈ ഓർഗാനിസത്തിലേക്ക് കൊടുക്കുന്നത്. ആ അസോസിയേഷൻ, ആ ലിങ്ക് ഓർഗാനിസം പതുക്കെ മനസ്സിലാക്കി എടുക്കുന്നു. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ലേൺഡ് റെസ്പോൺസ് ഈ ഓർഗാനിസത്തിൽ ഉണ്ടായിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് ജസ്റ്റ് ബെല്ല് മാത്രം അടിക്കുന്നു. ബെല്ല് മാത്രം അടിക്കുമ്പോഴേക്കിന് ഈ ഓർഗാനിസം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കാണിക്കുന്നു. അതായത് സലൈവേഷൻ ഉണ്ടാവുന്നു. നേരത്തെ ബെല്ലടിച്ചപ്പോൾ ബെല്ലൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആയിരുന്നു, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ബെല്ലടിച്ചപ്പോഴേക്കിന് എന്ത് സംഭവിച്ചു? ഓർഗാനിസത്തിൽ റെസ്പോൺസ് ഉണ്ടായി. അതിനുള്ള കാരണം ഈ ബെല്ലും ഫുഡും ഒരു നിശ്ചിത ഗ്യാപ്പിൽ, ടൈം ഗ്യാപ്പിൽ കുറേയേറെ പ്രാവശ്യം ഈ ഓർഗാനിസത്തിന് കൊടുത്തത് കൊണ്ടാണ്. അപ്പോൾ ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസും ഫുഡ് എന്ന് പറയുന്ന റെലവൻറ്റ് സ്റ്റിമുലസും തമ്മിലുള്ള അസോസിയേഷൻ ഓർഗാനിസം മനസ്സിലാക്കി, അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ ഒരു ലേൺഡ് റെസ്പോൺസ് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഓർഗാനിസം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തത്. ഇനി ഈ ബെല്ല് മാത്രം കൊടുക്കുമ്പോൾ ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യുന്നത് കണ്ടീഷനിങ് ആണ്. അതായത് ഈ ബെൽ എന്ന് പറയുന്ന ആ ന്യൂട്രൽ സ്റ്റിമുലസിനെ എന്താക്കി മാറ്റി? ഫുഡുമായിട്ട് ടാഗ് ചെയ്ത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആക്കി മാറ്റി. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഗാനിസം റെസ്പോൺസ് കാണിക്കുന്നു. അത് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ്, അല്ലെങ്കിൽ ഇവ തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കി ഓർഗാനിസത്തിൽ വന്ന മാറ്റമാണ്. അത് ആക്ച്വലി ഈ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിൻ്റെ ആ പാറ്റേൺ കൊണ്ട് ഓർഗാനിസത്തിൽ ഉണ്ടായ മാറ്റമാണ്. ബെല്ലും ഫുഡും നിശ്ചിതമായിട്ടുള്ള ടൈം ഗ്യാപ്പിൽ ഒരുമിച്ച് കൊടുത്തത് കൊണ്ടാണ് ഈ ബെല്ലിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഗാനിസം റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ
ഈ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ റെസ്പോൺസാണ് ഈ ബെല്ലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ലേണിംഗ് മെക്കാനിസമാണ്. ചെറിയ പ്രായത്തിൽ കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ സ്കൂളുകളിലും അതുപോലെ തന്നെ നാച്ചുറലായിട്ടുള്ള ഫാമിലി എൻവയോൺമെൻറ്റ്സിലുമൊക്കെ ഈ അസോസിയേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻറ്റിനെ നമുക്ക് 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ബിഫോർ കണ്ടീഷനിങ്, ദെൻ ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ഇപ്പോൾ ബിഫോർ കണ്ടീഷനിങ്ങിൽ എന്താണ് സംഭവിക്കുന്നത്? ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അത് ഈ ഓർഗാനിസത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡോഗ് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കാണിക്കുന്നു, സലൈവേഷൻ കാണിക്കുന്നു. ഈ സലൈവേഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഇവിടെ US കൊടുത്തപ്പോഴേക്കിന് എന്തുണ്ടായി? UR ഉണ്ടായി എന്നുള്ളതാണ്. ഇനി ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസ് കൊടുക്കുന്നു. ബെൽ എന്ന് പറയുന്നത് ഈ ഓർഗാനിസത്തിൽ ഒരു തരത്തിലുള്ള റെസ്പോൺസും ഉണ്ടാക്കുന്ന സ്റ്റിമുലസ് അല്ല, NS ആണ്, ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. അപ്പോൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ല. ഇപ്പം ഈ 2 ഇവൻറ്റ്സ് ആണ് ബിഫോർ കണ്ടീഷനിങ്ങിൽ ഉള്ളത്. ഇനി ഡ്യൂറിങ് കണ്ടീഷനിങ്ങിൽ ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസിനെ ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് USുമായിട്ട് ടാഗ് ചെയ്യുന്നു. ഒരു നിശ്ചിതമായിട്ടുള്ള ടൈം ഗ്യാപ്പിൽ ബെല്ലും അതുപോലെ തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് ആയിട്ടുള്ള ബെല്ലും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള ഫുഡും തമ്മിലുള്ള അസോസിയേഷൻ ഓർഗാനിസം സ്ലോലി റിപ്പീറ്റഡ് ട്രയൽസിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കിനും ഓർഗാനിസം മനസ്സിലാക്കുന്നു. അപ്പോൾ ആദ്യമേ ഇതിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ ഫുഡ് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്തുണ്ടാകും? ഓർഗാനിസം ഉറപ്പായിട്ടും റെസ്പോണ്ട് ചെയ്യും. ആ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാകും, UR ഉണ്ടാവുന്നതാണ്. പിന്നീട് ഈ ഓർഗാനിസം ബെല്ലും ഫുഡും തമ്മിലുള്ള അസോസിയേഷൻ ആ ലിങ്ക് മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ ആ ഓർഗാനിസത്തിൽ ലേൺഡ് റെസ്പോൺസസ് ഉണ്ടാകുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആഫ്റ്റർ കണ്ടീഷനിങ് ആണ്. ബെൽ എന്ന് പറയുന്ന സ്റ്റിമുലസ്, ന്യൂട്രൽ സ്റ്റിമുലസ് ഇപ്പോൾ ഫുഡുമായിട്ട് നേരത്തെ ടാഗ് ചെയ്തത് കൊണ്ട് അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ന്യൂട്രൽ അല്ല, കാരണം ഓർഗാനിസം മനസ്സിലാക്കി ഈ ബെല്ലും ഫുഡും തമ്മിലുള്ള അസോസിയേഷൻ. അപ്പോൾ ഇത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? റെസ്പോൺസ് ഇവോക്ക് ചെയ്യാൻ പറ്റുമെന്നതാണ്. അപ്പോൾ ബെല്ല് ഇനി കൊടുക്കുമ്പോഴേക്കിന് ആഫ്റ്റർ കണ്ടീഷനിങ് ബെല്ല് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതൊരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് ഉണ്ടാകും, അത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അപ്പം ഇവിടുത്തെ റെസ്പോൺസ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് നാച്ചുറൽ ആയിട്ട് ഫുഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന റെസ്പോൺസ് അല്ല, ഇത് ആക്ച്വലി ഈ ഫുഡും ബെല്ലും ഒരുമിച്ച് കൊടുത്തത് കൊണ്ട് ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന വ്യക്തി ഇൻഡ്യൂസ് ചെയ്ത തരത്തിലുള്ള റെസ്പോൺസ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് വിളിക്കുന്നത്. കണ്ടീഷൻഡ് സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കണ്ടീഷൻഡ് റെസ്പോൺസ്. ഇപ്പോൾ നമുക്ക് ഇതിനെ ഒന്നുകൂടെ വേറൊരു രീതിയിൽ അനലൈസ് ചെയ്യാം. ബിഫോർ കണ്ടീഷനിങ്, ഇപ്പോൾ ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് അല്ലെങ്കിൽ US കൊടുത്തപ്പോഴേക്കിന് സലൈവേഷൻ ഉണ്ടായി, അത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്, UR ആണ്. അതേപോലെ തന്നെ ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്തു, സലൈവേഷൻ ഒന്നും ഉണ്ടായില്ല, റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതാണ് ബിഫോർ കണ്ടീഷനിങ്. ദെൻ ഡ്യൂറിങ് കണ്ടീഷനിങ്, ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസിനെ ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് ടാഗ് ചെയ്തു, ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു നിശ്ചിതമായിട്ടുള്ള ടൈം ഗ്യാപ്പിൽ. അപ്പോൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടായി, സലൈവേഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഇനി അടുത്തത് ഈ ഓർഗാനിസം ഈ ന്യൂട്രൽ ആയിട്ടുള്ള ബെൽ എന്ന് പറയുന്ന സ്റ്റിമുലസും ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കുകയാണ്. റിപ്പീറ്റഡ് ട്രയൽസിൽ അത് ആ അസോസിയേഷൻ മനസ്സിലാക്കി, ലിങ്ക് മനസ്സിലാക്കി ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കാണിക്കുകയാണ്. അപ്പോൾ ഇനി ബെല്ല് അടിക്കുമ്പോൾ തന്നെ ആഫ്റ്റർ കണ്ടീഷനിങ് ബെല്ല് റാങ് ചെയ്യുമ്പോൾ തന്നെ എന്തുണ്ടാകും? റെസ്പോൺസ് ഉണ്ടാകും. അപ്പോൾ ബെല്ലെന്ന് പറയുന്നത് ഇപ്പോൾ ന്യൂട്രൽ അല്ല, അത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ടാകുന്ന സലൈവേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ്
റെസ്പോൺസ് ആണ്. അപ്പോൾ ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്യാം ക്ലാസിക്കൽ കണ്ടീഷനിങ് പ്രോസസ്സിനെ. ഇപ്പോൾ US അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഇൻഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? UR ആണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്, ബിഫോർ കണ്ടീഷനിങ്. അപ്പോൾ ബെൽ എന്ന് പറയുന്നത് ഇവിടെ ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്, അതിന് എഗെയിൻസ്റ്റ് റെസ്പോൺസ് ഒന്നും ഉണ്ടാകത്തില്ല ബിഫോർ കണ്ടീഷനിങ്. ദെൻ ഡ്യൂറിങ് കണ്ടീഷനിങ് ഈ ബെല്ല് എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസും ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഒരുമിച്ച് കൊടുക്കുന്നു. അതിൻ്റെ തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്നൊക്കെ പറയുന്നത് ഫിക്സ് ചെയ്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസ് ഉണ്ടാകുന്നു, സലൈവേഷൻ ഉണ്ടാകുന്നു. ഇനി ഈ ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസിന് ഏത് സ്റ്റാറ്റസ് കിട്ടി? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് കിട്ടി. ഓർഗാനിസം ബെൽ എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസും ഫുഡ് എന്ന് പറയുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിലുള്ള അസോസിയേഷൻ ലിങ്ക് മനസ്സിലാക്കി. ഇനി CS മാത്രം കൊടുക്കുകയാണെങ്കിൽ, ബെല്ല് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്തുണ്ടാവും? റെസ്പോൺസ് ഉണ്ടാവും. പക്ഷേ ആ റെസ്പോൺസ് എന്ന് പറയുന്നത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇങ്ങനെ ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് NS+US ഫോളോ ചെയ്തതുകൊണ്ടാണ് ഈ NS CS എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് ഉയർത്തപ്പെട്ടത്. CS ഒരു റെസ്പോൺസ് ഇൻഡ്യൂസ് ചെയ്തത്, CR എന്ന് പറയുന്ന റെസ്പോൺസ്, CR എന്ന് പറഞ്ഞാൽ കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ പ്രൊസീജിയർ ഇതേപോലെ ചെയ്തതുകൊണ്ടാണ് ഇവിടെ റെസ്പോൺസ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? കണ്ടീഷൻഡ് റെസ്പോൺസ് എഗെയിൻസ്റ്റ് കണ്ടീഷൻഡ് സ്റ്റിമുലസ്. അപ്പോൾ ഇതാണ് ഇൻ സമ്മറി ക്ലാസിക്കൽ കണ്ടീഷനിങ്. ഇനി ദ സ്ട്രെങ്ത് ഓഫ് ദിസ് കണ്ടീഷനിങ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. പല ഫാക്ടേഴ്സിനെ ആശ്രയിച്ചിട്ടാണ് സ്ട്രെങ്ത് ഓഫ് ദ കണ്ടീഷനിങ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് കൺസിസ്റ്റൻസി വിത്ത് US ആൻഡ് CS. അതായത് എങ്ങനെയാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസും USഉം പ്രൊവൈഡ് ചെയ്യുന്നത്, അതിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ രണ്ടാമത്തേതാണ് ദ ഇൻ്റർവൽ ബിറ്റ്വീൻ US ആൻഡ് CS. അതായത് ഇപ്പോൾ പാവ്ലോവ് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ തന്നെ ബെല്ലടിക്കുന്നത് അദ്ദേഹം ആദ്യമേ 1 മിനിറ്റ് മുമ്പായിട്ട്, ഫുഡ് കൊടുക്കുന്നതിന് 1 മിനിറ്റ് മുമ്പായിട്ട് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം അദ്ദേഹം അത് 2 മിനിറ്റ് മുമ്പായിട്ട് ചെയ്യുന്നു. അടുത്ത പ്രാവശ്യം അദ്ദേഹം അരമണിക്കൂർ മുമ്പായിട്ട് ചെയ്യുന്നു, 10 മിനിറ്റ് മുമ്പായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് അല്ലാത്ത രീതിയിൽ ഈ ടൈം ഇൻ്റർവെൽ CSഉം USഉം തമ്മിലുള്ള ടൈം ഇൻ്റർവെൽ കൊടുക്കുകയാണെങ്കിൽ ഈ ഓർഗാനിസത്തിന് അസോസിയേഷൻ മനസ്സിലാവത്തില്ല. അതായത് ലേൺഡ് റെസ്പോൺസ് ഉണ്ടാവത്തില്ല. CSന് എഗെയിൻസ്റ്റ് ആയിട്ട് ഓർഗാനിസം റെസ്പോണ്ട് ചെയ്യത്തില്ല. CSന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ ഈ USഉം CSഉം ഒരു നിശ്ചിതമായിട്ടുള്ള ടൈം ഇൻ്റർവെല്ലിൽ തന്നെ കൊടുക്കണം. ആ ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ലെങ്തി ആയിട്ട് പോകാൻ പാടില്ല. അതായത് ഫുഡ് കൊടുക്കുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് ബെല്ലടിച്ചിട്ട് കാര്യമില്ല. ഫുഡ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായി ബെല്ലടിക്കണം. ആ ബെല്ല് കൊടുക്കുന്ന ആ ടൈം ഡിലേ എന്ന് പറയുന്നത്, ഗ്യാപ്പ് എന്ന് പറയുന്നത് അത് നിശ്ചിതമായിരിക്കണം. അത് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഓർഗാനിസത്തിന് ഇത് തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാവത്തുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് റെലവൻസ് ഓഫ് US വിത്ത് ആനിമൽ അറ്റ് ദ ടൈം ഓഫ് പ്രസൻറ്റേഷൻ. ഈ ഹംഗ്രി ഡോഗിൻ്റെ അടുത്താണ് നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ പാവ്ലോവ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തത്. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്ന ഒരു ഡോഗിൻ്റെ അടുത്താണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തതെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഈ ഓർഗാനിസം കാണിക്കത്തില്ല. USഉം CSഉം തമ്മിലുള്ള അസോസിയേഷൻ ഓർഗാനിസം മനസ്സിലാക്കത്തില്ല. കാരണം ആ ഓർഗാനിസം ഓൾറെഡി ഫുഡൊക്കെ അടിച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. അതിന് ഒരു തരത്തിലുള്ള ഡിസ്റ്റർബൻസും ഇല്ല. അപ്പോൾ ഹംഗ്രി ആയിട്ടുള്ള ഡോഗിലാണെങ്കിൽ ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കും. വളരെ വിശപ്പൊന്നുമില്ലാതെ ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുന്ന ഡോഗിലാണെങ്കിൽ ഇത് റെസ്പോൺസ് ഉണ്ടാക്കത്തില്ല, കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ്റെ സമയത്ത് ആനിമലിന് ആ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നോക്കി മാത്രമേ ഉള്ളൂ ഈ പ്രൊസീജിയർ ഫോളോ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി വിത്ത് US വിത്ത് CS. ഇപ്പോൾ നമ്മൾ റാൻഡമായിട്ട് ഇത് കൊടുക്കാൻ പാടില്ല. ആദ്യമേ US കൊടുത്തതിന് ശേഷം CS കൊടുത്തു,
അതായത് ഫുഡ് കൊടുത്തതിന് ശേഷം ബെല്ലടിച്ചു, ഇനി അടുത്ത പ്രാവശ്യം ബെല്ലടിച്ചതിന് ശേഷം ഫുഡ് കൊടുത്തു. ഇതിങ്ങനെ റാൻഡമായിട്ട് ചെയ്യുന്നതിൽ കാര്യമില്ല. കാരണം അപ്പോൾ ഓർഗാനിസം ഇവ രണ്ടും തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടീഷനിങ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫോർവേഡ് കണ്ടീഷനിങ്. ഇഫ് ദ CS വാസ് ഗിവൺ ബിഫോർ ദ US, അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസ് അത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അതായത് പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ എക്സ്പെരിമെൻറ്റിൽ ചെയ്ത പോലെ തന്നെ ബെല്ല് ഫുഡ് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഫോർവേഡ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ലേണിംഗ് നടക്കുന്നത്, ഫോർവേഡ് കണ്ടീഷനിങ്ങിലാണ്. ഇനി രണ്ടാമത്താണ് ബാക്ക്വേർഡ് കണ്ടീഷനിങ്. ഇഫ് ദ CS വാസ് ഗിവൺ ആഫ്റ്റർ ദ US, അതായത് ഫുഡ് കൊടുത്തതിന് ശേഷം ബെല്ലടിക്കുകയാണെങ്കിൽ, അപ്പോൾ അത് റെലവൻസ് ഒന്നുമില്ല. കാരണം ഓൾറെഡി ആ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് നേരത്തെ തന്നെ പ്രൊവൈഡ് ചെയ്തു, അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് അൺകണ്ടീഷൻഡ് റെസ്പോൺസും ഉണ്ടായി. അതിനുശേഷം ഇത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കിന് ഈ ബെല്ല് കേൾക്കുമ്പോഴേക്കിന് ഓർഗാനിസം അവ രണ്ടും തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കത്തില്ല. ഫുഡിന് തൊട്ട് മുമ്പാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ ആ അസോസിയേഷൻ മനസ്സിലാക്കും. അപ്പോൾ ബാക്ക്വേർഡ് കണ്ടീഷനിങ്ങിൽ സാധാരണ രീതിയിൽ ലേണിംഗ് ഒന്നും നടക്കത്തില്ല. ഇനി അടുത്താണ് സ്യൂഡോ കണ്ടീഷനിങ്. ഇഫ് ദ CS ആൻഡ് US ആർ ഗിവൺ അറ്റ് റാൻഡം സീക്വൻസ്. ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഒരു സീക്വൻസ് ഒന്നും ഇല്ലാതെ, അതായത് ആദ്യമേ CS കൊടുക്കണോ US കൊടുക്കണോ എന്നുള്ളതിലൊന്നും ഒരു പ്രത്യേക ഒരു പാറ്റേൺ ഒന്നുമില്ല. റാൻഡം സീക്വൻസിൽ ചെയ്യുകയാണ്. ചിലപ്പോൾ CS US മുമ്പായിട്ട് കൊടുക്കും, അടുത്ത പ്രാവശ്യം US CS മുമ്പായിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ റാൻഡം പാറ്റേണിൽ പ്രസൻറ്റ് ചെയ്യുവാണെങ്കിൽ അതും ലേണിങ്ങിൽ കലാശിക്കില്ല. സ്യൂഡോ കണ്ടീഷനിങ് ആണ് ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് മെത്തേഡിന് പറയുന്നത്. ഇപ്പോൾ അസോസിയേറ്റീവ് ലേണിംഗ് ആണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻഡ് സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കണ്ടീഷൻഡ് റെസ്പോൺസ് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം കണ്ടീഷൻഡ് സ്റ്റിമുലസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് ഒരു ന്യൂട്രൽ സ്റ്റിമുലസിനെ ടാഗ് ചെയ്യുമ്പോഴാണ് കണ്ടീഷൻഡ് സ്റ്റിമുലസ് ഉണ്ടാകുന്നത്. ഓർഗാനിസം ന്യൂട്രൽ സ്റ്റിമുലസും അതുപോലെ തന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കുന്നു, അതിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാകുന്നു. പിന്നീട് കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുമ്പോൾ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാകുന്നു. ആനിമൽ ട്രെയിനിങ്ങിലും അതുപോലെ തന്നെ ഏർലി സ്റ്റേജസിൽ ഓർഗാനിസം ഹ്യൂമൻസിൻ്റെയൊക്കെ ലേണിംഗ് പ്രോസസ്സൊക്കെ ഈ പറഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ് മോഡലിലാണ് വളരെയധികം സാധ്യമാകുന്നത്. അല്ലെങ്കിൽ ഈ മോഡൽ ഉപയോഗിച്ചിട്ട് വളരെയധികം ലേണിംഗ് പ്രോസസ്സ് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നതാണ്. ഇപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ വേറൊരു എക്സാമ്പിളാണ് നിങ്ങൾ ഫിഗറിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു കുട്ടിയുടെ മുന്നിലേക്ക് ഒരു എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻ്റൽ പ്രൊസീജിയർ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമേ ഒരു ഹാപ്പി ഫേസിലിരിക്കുന്ന ഒരു കുട്ടിയുടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കരയാതൊക്കെ ഇരിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു അയൺ റോഡ്, ഒരു സ്റ്റീൽ ബാർ എടുത്ത് അതിലേക്ക് ഒരു ചുറ്റി കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ വലിയൊരു ശബ്ദം ഉണ്ടാകും. അപ്പോൾ ഇതൊരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുട്ടി എന്തുണ്ടാക്കും? ഒരു അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ഉണ്ടാക്കും. ഈ വലിയ ശബ്ദം കേൾക്കുമ്പോഴേക്കിന് കുട്ടി പേടിച്ചിട്ട് കരയാൻ തുടങ്ങും. അപ്പോൾ ആ കരച്ചിൽ, ആ പേടി ഒക്കെ എന്താണ്? അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇപ്പോൾ ഇവിടെ കൊടുത്ത അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഡാങ് എന്ന് പറയുന്ന ശബ്ദമാണ്, ഭയങ്കര ഉച്ചത്തിലുള്ള ഈ ചുറ്റി കൊണ്ട് ഈ സ്റ്റീൽ ബാറിൽ അടിക്കുമ്പോഴുള്ള ശബ്ദമാണ്. അപ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കുട്ടി റെസ്പോണ്ട് ചെയ്യുന്നു, അതാണ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇതിൽ ബിഫോർ കണ്ടീഷനിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു മൗസിനെ പ്ലേസ് ചെയ്യുന്നു, കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ അതിൻ്റെ കാണിക്കുന്നു. അപ്പോൾ ഇതൊരു ന്യൂട്രൽ സ്റ്റിമുലസ് ആണ്. കുട്ടിക്ക് ഇതിനെ കാണുമ്പോൾ പേടിയൊന്നും വരുന്നില്ല. കുട്ടി ആ നാച്ചുറലായിട്ട് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഹാപ്പി ഫേസിൽ തന്നെ അത് ഇരിക്കുന്നു എന്നതാണ്. ഇനി അടുത്തത് ഡ്യൂറിങ് കണ്ടീഷനിങ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അപ്പോൾ അവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ന്യൂട്രലായിട്ടുള്ള മൗസിൻ്റെ ആ സൈറ്റ് എന്ന് പറയുന്നത് അത് ആദ്യമേ പ്ലേസ് ചെയ്യുന്നു. പിന്നീട് അതിന് ശേഷം ഈ സ്റ്റീൽ ബാറിൽ ഹാമർ കൊണ്ട് അടിക്കുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുന്നു. അപ്പോൾ ന്യൂട്രൽ സ്റ്റിമുലസ് എന്ന് പറയുന്ന മൗസും പിന്നെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ടുള്ള സ്ട്രൈക്കിംഗ് ദ ഹാമർ വിത്ത് ദ സ്റ്റീൽ ബാർ അതുകൂടെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കിന് ഇതൊരു നിശ്ചിതമായിട്ടുള്ള ടൈം ഗ്യാപ്പിലാണ്
ആദ്യമേ കുട്ടിയെ എലിയെ കാണിക്കുന്നു, അതിനുശേഷം സ്റ്റീൽ ബാറിൽ ചുറ്റി കൊണ്ടടിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണ്. നിശ്ചിതമായിട്ടുള്ളൊരു ടൈം ഗ്യാപ്പിലാണ് ഇത് രണ്ടും ചെയ്യുന്നത്. അപ്പോൾ കുറേ കഴിയുമ്പോഴേക്കിന് കുട്ടി ഇത് രണ്ടും തമ്മിലുള്ള അസോസിയേഷൻ മനസ്സിലാക്കും. ഇവിടെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഇവിടെ ശക്തമായിട്ടുള്ള ശബ്ദം ഉള്ളത് കൊണ്ട് കുട്ടിയുടെ റെസ്പോൺസ് എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിരിക്കും. അതായത് ഫിയർ എന്ന് പറയുന്നത് ഉണ്ടാകും, കുട്ടി കരയും. ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം ആഫ്റ്റർ കണ്ടീഷനിങ് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ എലിയെ മാത്രം കാണിക്കുന്നു കുട്ടിയെ. അതായത് ചുറ്റികൊണ്ട് ഈ സ്റ്റീൽ ബാറിൽ സ്ട്രൈക്ക് ചെയ്യുന്നില്ല, ശബ്ദം ഉണ്ടാക്കുന്നില്ല, ജസ്റ്റ് എലിയെ മാത്രം കാണിക്കുന്നു. ഈ കുട്ടി എന്താണ്, ഈ എലിയും എന്ന് പറയുന്ന ന്യൂട്രൽ സ്റ്റിമുലസും പിന്നെ ഹാമർ സ്റ്റീൽ ബാറിൽ സ്ട്രൈക്ക് ചെയ്യുന്ന അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിലുള്ള അസോസിയേഷൻ നേരത്തെ ഡ്യൂറിങ് കണ്ടീഷനിങ് മനസ്സിലാക്കിയതുകൊണ്ട് ഇപ്പോൾ ആ എലി എന്ന് പറയുന്നത് എന്താണ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് അത് ഉറപ്പായിട്ടും എന്ത് കാണിക്കും, റെസ്പോൺസ് കാണിക്കും. അത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. അത് ഫിയർ കാണിക്കും, കരയാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹാംഫുൾ അല്ലാത്ത അല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസിനെ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു റെസ്പോൺസ് ഓർഗാനിസത്തിൽ ഉണ്ടാക്കി. ഓർഗാനിസം ലേൺ ചെയ്തു ഈ പറഞ്ഞ ന്യൂട്രൽ സ്റ്റിമുലസ് എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, അത് ഒരു അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിൻ്റെ ഭാഗമാണെന്നുള്ളത് ഓർഗാനിസം മനസ്സിലാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ഏത് കാറ്റഗറിയിലേക്ക് മാറി, കണ്ടീഷൻഡ് സ്റ്റിമുലസിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ കണ്ടീഷൻഡ് റെസ്പോൺസും ഉണ്ടാകും. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.